Hello guys, welcome back to my channel AN Games and Entertainments. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ വെങ്ങാണ്ണൻ്റെ GTA സാൻഡ്രസിലേക്ക് വെങ്ങാണ്ണൻ്റെ വീഡിയോ അടുത്ത വർഷം വരും, അല്ലെങ്കിൽ ഒരു ഇതായിരിക്കും, എൻ്റെ പേരൊന്ന് ആ ഷോർട്ട് ഫിലിം ആയിരിക്കും. ഓക്കെ, ജംഗിളിലാണല്ലോ എത്തിയിരിക്കുന്നത്. ജംഗിൾ നല്ല സ്ഥലമാണ്. ജംഗിളിൽ നല്ല ഇതൊന്നും ലാഗടിക്കാൻ കൊടുക്കത്തില്ലാകണമല്ലോ. ഇതാണ് ഈ പ്രശ്നം. സ്ക്രീൻ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒടുക്കത്തലാകാം. എൻ്റെ പൊന്നെ ഒടുക്കത്തലാകും. GTA സലാൻസിൽ കുഴപ്പമില്ല, പക്ഷെ മൈൻക്രാഫ്റ്റിന് ഒടുക്കത്തലാകാണ്. മൈൻക്രാഫ്റ്റ് വേറെ ഫോണിൽ കളിക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ നമുക്കൊരു മൈൻക്രാഫ്റ്റിൻ്റെ ബിഗിനേഴ്സിൻ്റെ പോലെ കളിക്കാം. നമ്മൾ ആദ്യം വന്ന ഉടനെ നമ്മളെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരം കണ്ട, അതാണ് ലാക്കുന്ന പോലെ വേണ്ട. ഓക്കെ, നമ്മൾ മരം നമ്മളിങ്ങനെ കൊത്തി എടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഈ മൂന്ന് ഡോട്ടിൽ അങ്ങോട്ട് ഓടിക്കുക. ഇവിടെ ഓൾ പ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം കാണും, അതുകൊണ്ട് ഇങ്ങനെ കുത്തി ഉണ്ടാക്കുക. ഒരു 8 സ്റ്റിക്ക്, 8 സ്റ്റിക്ക്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാകും. എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ഒരു പിക്കാസും ഒരിതും. ഈ കണ്ട അത് മൊത്തം ഒന്നും വേണ്ട, ഇത് 2 എണ്ണം മതി. വാളിൻ്റെ വരെ നമ്മൾ ആക്സ് ഉപയോഗിക്കുന്നതാണ്. വേണമെങ്കിൽ 2 ആക്സ് ഉപയോഗിക്കാം. ആക്സാണ് കൂടുതൽ ഉപയോഗിക്കാം. ഇടയ്ക്ക് ഞാൻ പിക്കാസൊക്കെ എടുത്തടിക്കും, അതെൻ്റെ ഒരു ഇതാണ്. ഞാൻ മാക്സിമം ഈ മരങ്ങളൊക്കെ ജംഗിൾ മരത്തിനെ കാട്ടി അതാണ് കൊള്ളാമെന്ന് വെച്ചോളൂ. നമുക്ക് കണ്ടോ, ഇത് നമുക്കിങ്ങനെ കൊത്തിയെടുക്കാം. ഓക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ലോഗ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ലോഗ് മൊത്തം ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോഗ് മൊത്തം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ പൂച്ച. ഇത് കണ്ടാൽ മതി ചീറ്റയെന്ന്. ചീറ്റയല്ല ചീറ്റേനെ പുലീൻ്റെയൊക്കെ വാക്കത്തിൽ പെട്ടൊരു സാധനം. ഇതിൻ്റെ പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണിത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമുക്ക് ഈ ഒരു മരത്തിൽ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കിയാലോ ഗൈസ്. അയ്യോ എൻ്റെ പൊന്നെ, മഞ്ഞുപോലെ ബോയ്സ്. അയ്യോ മണിതക്കാതല്ലേ, അതേയും താണ്ടി പുനിതമാണത്. എന്തായാലും വിളിച്ചു പറയുന്നത് പന്ന പ്രാന്താണ് വിളിച്ചു പറയുന്നത്. ഇത് പ്രാന്ത് ആണോടാ, ഇത് വട്ട് അല്ലടാ, ഇത് മൊത്തം പ്രാന്താടാ. ഓക്കെ ഗൈസ്, നമ്മളൊരു തത്തേനെ കണ്ടുകൂട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ എന്താണ് ഗൈസ്, നമ്മൾ സുധിയുടെ മീനുകുട്ടീനെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. നമുക്ക് സുധിക്ക് ഇത് പാക്ക് ചെയ്ത് അയക്കും നമ്മളെ മീനുകുട്ടീനെ. അതിന് നമുക്ക് മീനുകുട്ടിക്ക് വേണ്ടി നമുക്ക് സീഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. സീഡെന്ന് വെച്ചാൽ എന്തിനാണ്, ഈസിയാണ് ഗൈസ്. നമ്മൾ കാരം പുല്ലൊക്കെ വെട്ടിയെടുത്താൽ മതി. ഇപ്പം മരുന്നൊന്നും ആയാലും ഗുണാകേവ് വീണേനെ. ഗൈസ്, നമുക്ക് എന്തിനാ ശലം നല്ല ഇതൊക്കെ ആയിട്ട് നമുക്കിത് ഗുണാക്കിയ പോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒറ്റ സീഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാണ് ഞാൻ ഒടുക്കത്തലാണ്. മൈൻക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം ഒന്ന് കൊടുത്ത് മുട്ടി നോക്കാം. ഇതിനെക്കൊട്ടെ ഇതാണ് ശരിക്കുള്ള ഗുണ. ഇതാണ് ശരിക്കുള്ള ഗുണ എന്നോല്. ഏത് ഗുണ? ഗുണ. ഓക്കെ, ഇതാണ്ട് ഒടുക്കത്തലാകെ. ഇത് ഫോണിൻ്റെ പ്രശ്നമാണത് എനിക്ക്. പണ്ടൊക്കെ നമുക്ക് ചില ബാമ്പു കൊടുക്കാം. നമുക്ക് ബാമ്പു കണ്ടിവിടെ എടുക്കാം ഗൈസ്. ബാമ്പും കൂടി എടുക്കാം. നമുക്ക് എടുക്കാം. ബാമ്പു എന്നാണ്ട് ഏറ്റവും അടിയുന്നൊരു വെട്ട് കൊടുത്താൽ എല്ലാം ചളവാന്ന് പറയുന്നത്. ബാമ്പു വെച്ച് ഉപയോഗമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിയത്തില്ല. ബാമ്പു വെച്ച് ചങ്ങാടം ഉണ്ടാക്കാം. നമുക്ക് ചങ്ങാടം ഉണ്ടാക്കാം, ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം. പിന്നെ കുറേ ഉപകാരമുണ്ട്. നമുക്ക് ചങ്ങാടം വെച്ചത് ബാമ്പു വെച്ച്. പിന്നെ നമുക്ക് ഉമ്മാരടുത്തുണ്ട് ഈ ഫീഡ് ബട്ടൺ ഞെക്കി അവന്മാരിങ്ങനെ തിന്നും.
മതിയടാ, നീ തടിയും പൊമ്മ തടിച്ചാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഫുഡിന് വേണ്ടി നമുക്ക് ഈ പന്നി തല്ലിക്കൊല്ലും. ബാക്കിയൊന്നിനും തല്ലിക്കൊല്ലല്. പാണ്ഡനെ പോലെ ഈ പാവം മൃഗങ്ങളെയൊന്നും തല്ലിക്കൊല്ലണ്ട. പന്നീനെ പോലുള്ള പാവം മൃഗങ്ങളാ. പാണ്ഡനെ പോലുള്ള പാവം മൃഗങ്ങളെയൊന്നും തല്ലിക്കൊല്ലണ്ട. കിട്ടി ഗൈസ്. നമുക്ക് ഒരു വേദായിട്ടോട് ചീത്തട്ടനെ പിടിക്കാം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ലോ ഇവിടെ. അങ്ങോട്ടെടുത്തേത്. പക്ഷെ അത് ഡിസ്പോണായി പോലെ. ഇതെന്തേ ഈ സമയത്തൊക്കെ തന്നെ? ഇതെവിടെയാടാ ആ തത്ത? അവിടെ എനിക്ക് തത്തനെ വേണം. എടാ ഒരു സീഡും കൂടി കഷ്ടമുണ്ട്. ബാമ്പു സീഡ് ഇവിടെ ഒരു മെലണെങ്കിലും ഇവിടെ കൊണ്ടാ. മെലൻ. നമുക്ക് ഇതിൻ്റെ സീഡ് എടുക്കാലോ. ഇത് കൊക്കോബീൻ്റെ സീഡാ. ഇത് ഇതിൻ്റെ നമുക്ക് സീഡ് ഉണ്ടാക്കാം. ഇത് വെച്ച് ഉണ്ടാക്കാം ഗൈസ്. അയ്യപ്പനേറ്റ് കഷ്ടപ്പെട്ടത് പോലെ ഇതൊക്കെ കട്ടപ്പെടല് ഗൈസ്. ഇതൊക്കെ കട്ടപ്പെടുന്ന എന്തിനാണ് നമ്മൾ? ലാഗ് ഗൈസ്. ഇത്രയ്ക്ക് കഷ്ടപ്പെടാതെ നമ്മൾ ഈ സാധനം ഇവിടെ അടുത്തുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയ്ക്ക്? ഈശ്വര എൻ്റെ തത്ത പോയാന്തോ. നാട്ടുകാരെ ഓടി വേണേ, തത്തേനെ കാണാനില്ലേ? അത് തത്ത എന്നെ കണ്ടുപിടിക്കുക. അയ്യോ, ഗുണാക്കേ വീണു നമ്മൾ. ഗൈസ്, നമ്മൾ കുണയിൽ ഗുണാക്കേ വീണ് ഗൈസ്. നമ്മൾ ഗുണാക്കിയും നമ്മൾ എണീറ്റ് ഉയർന്നു വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മൾ തത്ത ഇവിടെ ഉണ്ട് ഗൈസ്. സ്വന്തം മോനെ തത്ത പോവളേ. നമുക്ക് ഇത് വലിയ കാര്യം പോവല്ലേ. പറ്റൂലേ തത്ത പോവല്ലേ. പോലത്തെ ആ പോസ്റ്റ് തന്നെ ഇരുന്നോണേ. കൊക്കോബീൻ കൊടുക്കത്തില്ലേ ഇതിന്? അയ്യോ, ഇതേ കൊടുക്കത്തുള്ള. ഈടാ ചതിച്ചടാ. കൊക്കോബീൻ കൊടുക്കത്തില്ല. ഓക്കെ, സീഡ് കിട്ടി. നമുക്ക് സീഡ് കിട്ടിയിട്ടുണ്ട്. കൊക്കോബീൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കാപ്പിക്കുരു കഴിച്ചാൽ എന്ത്? പിന്നെ കാപ്പിക്കുരു നമുക്കൊരു പട്ടീനെ ഒപ്പിച്ചാൽ മതി. പക്ഷെ പട്ടീനെ ഒപ്പിക്കുമ്പോൾ സ്കെൽറ്റനെ കൊല്ലാൻ എനിക്ക് അത്ര ധൈര്യമില്ല. ധൈര്യം വേണമെങ്കിൽ നമ്മൾ കുറുനരീനെ പിടിക്കണം. ഇതിനകത്ത് പിഞ്ചാവുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ എൻ്റെ ഒരു അവസ്ഥയെ മൂന്നെണ്ണം അടുപ്പിച്ച് കിട്ടി. ഓക്കെ, 4 കിട്ടി. അഭിമാനം ഡോളയുടെ പ്രമാണം. നമ്മൾ അങ്ങനെ നമ്മുടെ മീനിക്കുട്ടിയുണ്ട്. നമ്മളെ ചന്ദ്രക്കുട്ടീനെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ചണ്ടി സുമതിക്കുട്ടീനെ നമ്മൾ ടൈം ചെയ്തെടുത്തിരിക്കുന്നത്. നീ സുമതിക്കുട്ടി നമ്മളെ വലയിൽ. സുമതിക്കുട്ടീനെ നമ്മൾ കുപ്പി തുറയ്ക്കാൻ പോകും. സുമതിക്കുട്ടി വാ. നെയിം ടാഗൊക്കെ കിട്ടിയിട്ട് നമുക്ക് സുമതിക്കുട്ടീനെ. അയ്യോ നമ്മളിങ്ങനെ നടക്കാനുള്ള ആളല്ല. നമുക്ക് വേഗം ഒരു ബെഡ് കണ്ടുപിടിക്കണം മക്കളെ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഒരു ബെഡാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല സുമതിക്കുട്ടീനെ അല്ലേ പിടിച്ചുകൊണ്ട് കിടക്കേണ്ട ഗൈസ്. തോളേരി മനസ്സിലായില്ലേ? സുമതിക്കുട്ടി തന്നെ ഇപ്പം ഇറങ്ങിയോ? നമ്മൾ തോളത്തിരിക്കുന്നുണ്ടാ. നമ്മൾ സുമതിക്കുട്ടീനെ പിടിച്ചോണ്ടിരിക്കില്ലേ? സുമതിക്കുട്ടീനെ പിടിച്ചോണ്ടിരുന്നാണ് ഇങ്ങനെ രാത്രിയായി. അങ്ങനെയുണ്ട് അങ്ങനെ ഇരിക്കുന്നു. കണിയെ മണ്ടൊക്കെ അത് ഇരിക്കാം. നമുക്കിപ്പോൾ ഭാഗ്യത്തിന് യോക്കും കോക്കൊക്കെ ഉണ്ടാവുണ്ട്. അതിന് രക്ഷപ്പെട്ട്. എന്താ പൊന്നെ. അയ്യോ ഭാഗ്യം. ഓക്കെ ഗീസ്,
ഇപ്പം രാത്രിയായി. നമുക്ക് ഇവിടെ തന്നെ ട്രീ ഹൗസ് പോകണ്ടായിരുന്നു. പക്ഷേ അതൊരു രസമില്ല. ഒരു വലിയ മരത്തിൽ പണിയണം ഗൈസ്. എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നമുക്കൊരു സ്റ്റാർട്ടർ ട്രീ ഹൗസ് പണിയാം. സ്കെൽട്ടൻ സ്കെൽട്ടനെ ഇവിടെ അടിച്ചിട്ടാ തീർന്നു. അതെന്ന് തോന്നുന്നു. അടിയില് ക്രീപ്പറൊക്കെ പൊട്ടുന്നു ഗൈസ്. ഈശ്വര ഈ മന്ദന്മാര് ഇങ്ങോട്ട് ഇരിക്കാം. നമ്മൾ വീടില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ട്രീ ഹൗസ് പണിയാപ്പം. എൻ്റെ കയ്യിലുള്ള വുഡൊക്കെ വെച്ച് നമുക്ക് പണിയാം. ഈശ്വര നമുക്കിനി ഓക്കെ ഉണ്ട്. ഈശ്വര അവന്മാരൊക്കെ വേഗം കിടന്നുറങ്ങണം. അതൊക്കെമാരെ ഇങ്ങനെ പൂക്ക മണിക്കൊക്കെ കിടന്നുറങ്ങ്. എത്ര മിനിറ്റായോ? 11 മിനിറ്റായി. അപ്പം ഗൈസ് നമുക്ക് ഒരു ബെഡും കൂടി രാവിലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഒരു മാടല്ലേ ഇത്? മാടല്ലല്ലോ. അയ്യോ എന്തേ മാടാണല്ലോ. മാട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചു കൊല്ലായിരുന്നു. മലകൊക്കെ രാവിലെ സ്പോണായിക്കൂടെ പോട്ടമാരി. ഞാനിങ്ങനെ സൗണ്ട് ഇല്ലാതെ സംസാരിക്കുന്നത്. നമുക്ക് ആക്സ് ഉണ്ടാക്കാനുണ്ട്. അയ്യോ നമ്മളങ്ങനെ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് പൊട്ടിയിട്ടിടാം. ഓക്കെ ഇവിടെ മൊത്തം ആൾക്കാരാണ്. നമുക്കൊന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ രാവിലെ ആവാൻ 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റാണ് എന്താണ് ഇതിൽ കണക്ക്. രാവിലെ 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ് അങ്ങനെ. കണ്ണും കാത്തിരുന്നു എൻ്റെ മണ്ണിലൊരു പൈതാൽ. അയ്യോ എൻ്റെ പൊന്നെ. ഇപ്പോൾ എണ്ണമാൻ കണ്ണുകളും നോക്കി ഇപ്പോൾ അടിക്കാൻ വന്നേനെ. ഈസ് നമ്മളിവിടെ പൂർണ്ണ ചന്ദ്രനെ കണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ഈസ് വേണമെങ്കിൽ കണ്ടു. ഓക്കെ ഇത് ഇതുവരെ ആയിട്ട് രാവിലെ ആയിട്ടില്ല ഈസ്. ഞാൻ രാവിലെ ആകുമ്പോൾ ഇനി കാണിക്കാം. ഇതെന്തേ അതോട് ദൈവപുത്രം പോയി തക്കുന്നു. കണ്ണും കാത്തിരുന്നു. കണ്ണിലൊരു വൈതലിന കാതോട് കേട്ടിരുന്നു. ദൈവപുത്രം ഞാൻ ഇത്ര സ്ത്രീകൾക്കൂടെ ഓണായിരുന്നു. അല്ല ആവില്ല കേട്ടാ. എത്രയൊന്നും ഉണ്ടായിരുന്നു. അയ്യോ തത്ത അവിടെ. തത്തനെ തോളി കറിയോ? ആ തോളി കണ്ടു. ചില്ലിങ് വിത്ത് മീനുകുട്ടി. മീനുകുട്ടി ഉണ്ടെങ്കിൽ സുമതിക്കുട്ടി. ചില്ലിങ് വിത്ത് സുമതി തന്നെ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ചില്ലിങ് വിത്ത് സുമതി. ഇപ്പം നേരത്തെ സുമതി ഇല്ല. ചില്ലിങ് വിത്ത് സുമതി തത്ത. ഇതിപ്പോഴും രാവിലെ ആയില്ലേ? കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു ഇനി. അപ്പോൾ ഗൈസ് അത് വിജയകരമായി നമ്മൾ രാവിലെ ആക്കിയിട്ടുണ്ടെന്നല്ല, രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇനി നമ്മൾ 3 ആട് ബെഡുണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ട് 3 ആട് ചെയ്യണം. 3 ആടിനെ 3 ഈ ഓക്കിനെയാണ് നമുക്ക് ഓക്കുണ്ട്. ഈ പ്ലാങ്സ് അങ്ങനെ പറയാം.
എവിടെ ഞാൻ രാത്രി 8 ആടിനെ കണ്ടെന്ന് അറിയാവൂ ഗൈസ്. പൊട്ടി. ചത്താലോനെ പിടിക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളത് വിജയകരമായി ചത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ ഗയ.